എന്ത് കോൺഫിഡൻസ്? ഞങ്ങൾ തന്നെ ജയിക്കും. ജയിച്ചില്ലെങ്കിൽ താൻ പറയുന്നത് ചെയ്യും. എന്ത് പറഞ്ഞു? നീ എന്നോട് എന്ത് പറഞ്ഞേ? തോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ല, താൻ തന്നെ പറഞ്ഞു. തോക്കുവാണെങ്കിൽ താൻ തന്നെ പറഞ്ഞു എന്തോ താടി പഠിക്കാൻ. കാരണം നമുക്ക് ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ട് താൻ പഠിച്ചില്ല. താടി തോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പാട്ട് ഞാൻ എന്റെ താടി പഠിക്കും. പറയുന്നേ ഇത് നിന്റെ മുടി, നിന്റെ മുടി ഞാൻ പറഞ്ഞ ബോയ്ക്കട്ടെ എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ കട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ താടി പഠിക്കാന്ന് പറഞ്ഞിട്ട് പഠിച്ചില്ല. ഞാൻ പഠിക്കാൻ വേണമെന്ന്. അയ്യോ, കരഞ്ഞു കാണിച്ചാ പിന്നെ എന്തെടുക്കും? നീ ഒന്നും പറയാ. ഞാൻ കരഞ്ഞില്ലേ? എപ്പോഴാണ് ഞാൻ അപ്പഴും ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ വാശിയാ വരുന്നത്. ഞാൻ നോക്കിയപ്പോ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച എന്തിനാ എന്നെ ഇനി ജീവിതകാലം മൊത്തം ഈ മുടി കണക്ക എന്നാലും ഈ ഉള്ള കോഴിവാല് ഞാൻ കട്ടിരിക്കും. എന്റെ ഈ താടി ഇതല്ല, ഇത് താടി ഉണ്ടല്ലോ, ഈ താടി ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ താടി എന്റെ കളയും. ജീവിതകാലം മൊത്തം ഇരുന്ന് ഞാൻ അത് കേൾക്കേണ്ടി വരും. മെയ് 9 ഏപ്രിൽ 9, മെയ് 4 വൈകിട്ടില്ലെങ്കിൽ മെയ് 5 തീരുമാനമാക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പഠിക്കാതിരിക്കരുത്. അപ്പോഴും കരഞ്ഞു കാണിക്കും. പഠിക്കുകയും ചെയ്യും. അതില്ലാന്നുണ്ടെങ്കിൽ നീ നിന്റെ ഇത് ഓർത്തോണം. എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ താടിയില്ലാതാലും ശരി, എന്റെ ഭാര്യ മുടിയില്ലാതാലും ശരി, എനിക്ക് കുഴപ്പമില്ല. അതുപോലെ ആ സമയം നിന്റെ ഏത് ബന്ധുക്കാർ എന്നതിന്റെ കാര്യമില്ല. കേട്ടാ, നോക്കിക്കോ. ആഹാ.